അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാന് സലീം മന്ദലമെന്ന്, ഇദ്ദേഹം നബീൽ മന്ദലം. അപ്പോ നബീൽ സാഹിബിന്റെ വസതിയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോ ഇന്ന് മന്ദലാകുന്ന് ഹദറമി ഷെയ്ഖിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും നമ്മുടെ നബീൽ സാഹിബ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. മന്ദലാകുന്ന് ഷെയ്ഖുൽ ഹദറമി ചരിത്ര സ്മരണ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോ നബീൽ സാഹിബ്, ഈ ഒരു ഗ്രന്ഥം ഇങ്ങനെ ഈ സമയത്ത് തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യം അതിനെ കുറിച്ചൊന്ന് പറയാം. സാഹചര്യം എന്നത് നമ്മള് ഒരു അവസരം ഉണ്ടായപ്പോ ചെയ്തു എന്നുള്ളൂ. എപ്പോഴും ചരിത്രം ഒരു താല്പര്യമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ നിന്ന് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുന്നത് മുൻഗാമികളുടെ നിലപാട് എന്താണ്. ഏറ്റവും ബാക്കിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ചില മാനദണ്ഡങ്ങളാണ് നമ്മൾ ദീനി. അത് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ മുൻഗാമികളായ ആളുകൾ ഇവിടെ ഇസ്ലാം എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. മന്ദലാകുന്ന് മഹൽ എന്ന് പറഞ്ഞാൽ 95% മുസ്ലിങ്ങളാണ് എന്ന് പറയാം. ഇത്രയധികം മുസ്ലിങ്ങൾ ഈ മന്ദലാകുന്ന് മഹലില്, എടക്കഴിയൂര്, ലലാട്, തീരപ്പുറത്ത് പാലപ്പെട്ടി, വെളിയങ്കോട്, പൊന്നാനി, ഈ പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായി മാറിയത് കാര്യമായ എന്തോ പ്രവർത്തനം മുൻഗാമികളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് എന്ന് ഒരു ബുദ്ധിയുള്ള ആർക്കും സാമാന്യമായി ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് അതിന്റെ ആ ചരിത്രം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്ന ചരിത്രത്തിന് ചില കഷ്ണങ്ങളാണ്. ഷെയ്ഖുൽ ഹദറമി എന്ന് പറഞ്ഞ ഒരു മഹാന് ഹദർമൗത്തിൽ നിന്ന് വന്നു. അപ്പുറത്ത് ഈ ഷെയ്ഖുൽ ഹദറമി തങ്ങളുടെ ബന്ധപ്പെട്ട ആൾ തന്നെയാണ് അന്തത്തോട് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു മക്ബറ കാണുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് അന്തത്തോടും മന്ദലാകുന്നുമുള്ള പള്ളിയും മക്ബറയും ശരിക്ക് പൊന്നാനി പള്ളിയെക്കാളും പ്രാചീനമാണ്. അതിനേക്കാളും കാലഘട്ടത്തിൽ പിന്നാക്കാണ് നമുക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന ചരിത്രം. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക എന്നുള്ളത് പൊതുവായ ലോക ചരിത്രം അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത്ഭുതമല്ല. കാരണം ഇന്ത്യയിലേക്ക് ഒരുപാട് ദായിമാര്, ഈ പ്രബോധകര് കടന്നു വന്നിട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ ഷെയ്ഖുൽ ഹദറമി വന്നത് ഹിജറ 398 398 ഷെയ്ഖുൽ ഹദറമി വന്നു എന്നുള്ളതല്ല. ഇവിടുത്തെ ചരിത്രം ഈ പള്ളി ആദ്യമായി നിർമ്മിക്കപ്പെടുന്നത് ഹിജറ 398 എന്ന് ഇവിടുത്തെ രേഖയിലുണ്ട്. ഏത് രേഖ? പഴയ പള്ളിയിൽ നമ്മളെ കുഞ്ഞിപ്പോക്കർ മസ്ജിദിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അടുത്ത ദിവസം ഖത്തീബ് ഉസ്താദിനായിട്ട് അതിന് സംസാരിച്ചു. 94 വയസ്സുണ്ട് നമ്മളെ പഴയ ഖത്തീബ് ഉസ്താദ്. അപ്പൊ അദ്ദേഹം ഈ നാട്ടുകാരനും കൂടിയാണ്. കുഞ്ഞിപ്പോക്കർ മസ്ജിദിന്റെ ശിഷ്യനുമാണ്. കുഞ്ഞിപ്പോക്കർ മസ്ജിദ് തന്നെ മന്ദലാകുന്നിലെ പഴയ കാദിയായിരുന്നല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് അറക്കൽ രാജസ്വരൂപാണ് ഇവിടെ ഏക മുസ്ലിം രാജ്യഭരണം ഉണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്ക് പോയിട്ട് ഈ പള്ളിയുടെ രേഖ വലതും അവിടെ ഉണ്ടോന്ന് തപ്പി. അങ്ങനെ അവർക്ക് താളി വലയില് ഈ പള്ളിയുടെ രേഖ 398 ഇസ്രായേലിൽ സ്ഥാപിച്ചതാണെന്നുള്ളത് അതിവിടെ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ നമ്മളെ ഖത്തീബ് കുഞ്ഞൗസിയര് സാക്ഷിയാണ് അതിന്. അന്ന് അത് കൊടുന്ന് എന്നിട്ട് അത് വായിക്കാൻ കിട്ടുന്ന വിധത്തില് ഒന്ന് കഴുകി വൃത്തിയാക്കി. അത് പൊടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ കഴുകിയ ആളെ പേരും കുഞ്ഞൗസിയര് പറഞ്ഞത് ഓർമ്മല്ല. അങ്ങനെയാണ് ഈ സാധനം 398 വായിച്ച് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ മൂപ്പരെ കൈക്കൊണ്ട് പള്ളിയുടെ മച്ചിന്ന് എഴുതി വെച്ച്. പക്ഷെ നമ്മള് ദൗർഭാഗ്യവശാൽ ആ മച്ചിന്റെ ആ ഭാഗവും പിന്നെ പള്ളി പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ പൊളിച്ചിട്ടുണ്ട്. ഒരു 1800 2000 കൊല്ലം മുമ്പ്.
അവരുടെ കാലഘട്ടത്തിൽ പോർച്ചുഗീസ് ഡച്ച് അധിനിവേശത്തിന്റെ കാലത്ത് ആ സംഭവങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഫലകവും പള്ളിക്കുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ചരിത്രത്തിന്റെ രേഖകളായിരുന്നു, പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു. പള്ളി പൊളിച്ച് രണ്ടാമത് നിർമ്മിക്കുന്നതിനിടയിൽ ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കാൻ ഖത്തീബ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എന്തോ അനാർത്ഥ കൊണ്ട് സാധനം നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊരു ചരിത്രത്തിന്റെ കഷ്ണമാണ്. അതല്ലാതെ ഷെയ്ഖുൽ അദർമിയോട് വന്നിട്ട് എങ്ങനെയാണ് ദഅവത്ത് ചെയ്തത്, എന്താണ് അവർ പറഞ്ഞത്, എത്ര ആളുടെ ഇസ്ലാം സ്വീകരിച്ചു, ആരാണ് സ്വീകരിച്ചത്, എന്നിട്ട് എന്താണ് പിന്നീട് ഉണ്ടായത്, പിന്നത്തെ തലമുറയിൽ ആര് വന്നു, അതിനുശേഷമുള്ള തലമുറയിൽ ആര് വന്നു എന്നുള്ള 1000 വർഷത്തെ ചരിത്രത്തെ നമുക്ക് പൂജിപ്പിക്കാൻ ഒന്നുമില്ല നമ്മളെ കയ്യിൽ. അത് നമുക്ക് കിട്ടുന്ന ചരിത്ര കഷ്ണങ്ങൾ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്രശ്നം ചെയ്തത്. ഇതിന് ഇപ്പോ നമ്മളുടെ ഇടയിൽ ചില ആളുകളൊക്കെ പറയും ഇതിന് സനതുണ്ടോ, ഇതിന് എത്ര എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. നമുക്ക് പറയാനുള്ളത് അവരോട് കേരളവും അറേബ്യയും തമ്മിലുള്ള ബന്ധം 6000 വർഷത്തെ പാരമ്പര്യമുള്ള ബന്ധം, ഇതിൽ നമുക്ക് തർക്കമില്ലല്ലോ. ഇനി അപ്പൊ അത് സ്വഹീഹായിട്ടുണ്ട്, അത് ഇവിടെ പ്രബല. ശേഷമുള്ള ഒരു കാലഘട്ടത്തില് നമുക്ക് കുറെ ലഭ്യതയില്ലായ്മ ഉണ്ട്, കിട്ടിയതിൽ തന്നെ സ്ഥിരീകരണത്തിന് ആധികാരികത കുറവുണ്ട്. അപ്പോ കൃത്യമായ ഒരു സനദിന്റെ അടിസ്ഥാനത്തിൽ ദീനി ചരിത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ സനദ് മുത്തസിലാകുന്നതാണ്. അപ്പോ ഇത് ഇന്നാള് കേട്ടു അന്നാള് കേട്ടു അങ്ങനെ പോയിട്ട് ആ ചരിത്രത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളടുത്തേക്ക് എത്തണം. ആ രൂപത്തിലുള്ള ഒരു ചരിത്രം നമുക്ക് ഇന്ന് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ലഭ്യമല്ല എന്നാണ് കൃത്യമായിട്ട് പറയാൻ. ഈ ഷെയ്ഖുൽ അദർമിയിലേക്ക് തങ്ങളിലേക്ക് എത്തുന്ന സനദ് നമുക്ക് ലഭ്യമല്ല. നമുക്ക് മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞു കേട്ട് വന്നിട്ടുള്ള ചില ശകലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഈ രേഖ, അത് 398 രേഖ അർത്ഥം കിട്ടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ബാക്കി ഇവിടത്തരധികം മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം വന്നത് എങ്ങനെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുമ്പോ മുസ്ലിങ്ങളുടെ ഒരു ദൈവത്തിന്റെ അവസ്ഥ വളരെ ദുർബലാണ്. ആരാ ഇസ്ലാമിക്ക് കടന്നു വരുന്നത്, ആർക്കാ ഇസ്ലാമിനെ വേണ്ടത്, മുസ്ലിങ്ങളുടെ തന്നെ അവസ്ഥ എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കിടന്നിട്ട് ഈ കാലഘട്ടത്തിൽ കിടന്നിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെ കെട്ടുകട എന്നുള്ള ഒരു സംഗതിയിലേക്ക് ചരിത്രബോധം തീരെ ഇല്ലാത്ത ആളുകളാണ് എത്തുന്നത്. ചരിത്ര ലവലേശം ഉണ്ടെങ്കിൽ അങ്ങനെ എത്തൂല. അപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് ചരിത്രത്തെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോഴും അതാണ് അത്തരം ആ രൂപത്തിലുള്ള ചില പരിശ്രമങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുസ്തകം. ഈ ഷെയ്ഖിന്റെ പേരിനെ കുറിച്ച് ഷെയ്ഖുൽ അദർമി എന്നല്ല നമ്മൾ പറയാറ്. അപ്പൊ ഇതിന്റെ ഒരു പേരിനെ കുറിച്ചിട്ട് പലരും അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. യഥാർത്ഥ പേരിനെ എന്താന്നുള്ളൊരു വ്യക്തത ഉണ്ടോ? നമ്മുടെ പേര് എന്താന്ന് കൃത്യമായിട്ട് അറിയില്ല. പേരറിയാത്തത് കൊണ്ട് ഊരില്ല പേരില്ല എന്നൊക്കെ പറയുന്ന വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. സത്യത്തില് ഇമാം ജമാലുദ്ദീനുൽ ജൗസി അവരുടെ കിതാബാണ് സിഫത്തു സഫ. ഈ സിഫത്തു സഫയിൽ 1000 ഔലിയാക്കളെ ചരിത്രം പറയുന്നുണ്ട്. ഇതിൽ പലരും ഒരു പുരുഷൻ, ഒരു പ്രദേശത്തെ ഒരു പുരുഷൻ, അല്ലെങ്കിൽ ബസറയിലെ ഒരു മനുഷ്യൻ, ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എത്ര ചരിത്രം ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മള് എല്ലാത്തിനും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര ആളുകളെ നമുക്ക് മാറ്റിവെക്കല്ലാതെ വേറെ അതിന് നിവൃത്തിയൊന്നുമില്ല. നമുക്കിവിടെ ചരിത്രത്തിന് ഉള്ളത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ലഭ്യമായ ചരിത്രം അത്രയാണ്. ഈ രൂപത്തിലാണ് നമുക്ക് ചരിത്രം അവതരിപ്പിക്കാനുള്ളത്. അതേസമയത്ത് ഈമാനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ മുസ്ലിമീങ്ങളെ റെസ്പെക്ട് ചെയ്യാം. കാരണം നമ്മളൊക്കെ മുസ്ലിമായി ജയിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും, എല്ലാ ആളുകളും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയുന്ന ആ വിശ്വാസം നമുക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ വിശ്വസിക്കുന്ന ഒരു തറവാട്ടിൽ നമ്മൾ എങ്ങനെ ജനിച്ചു? അതിന് കാരണക്കാരായ ആൾക്കാരെ നമ്മൾ മാനിക്കണം, അതിനവരെ ബഹുമാനിക്കണം. നമ്മൾ ഇന്ന് കാണുന്ന ഗൾഫിന്റെ അതിപ്രസരത്തിന് ശേഷം
ദീനിയായ രംഗത്ത് തകർച്ചയൊക്കെ സംഭവിച്ചതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഭൂമിയുടെ മുകളിലുള്ളൂ. അധികം ആളുകളും ഈ സാമ്പത്തികമായ പളവളപ്പ് വരികയും മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോവുകയും, വിദ്യാഭ്യാസപരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദീനീ കാഴ്ചപ്പാടിൽ വളരെ പിന്നാക്കം പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ദീനിൻ്റെതായ ഒരു ചരിത്ര വീക്ഷണമൊന്നും സാമൂഹിക വീക്ഷണമൊന്നും അറിയാത്ത ഒരു ജനതയിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്നിട്ട് നമ്മൾ ബാക്കിക്ക് നോക്കുകയാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ നിഗമനത്തിൽ എത്തുകയാണ്. പണ്ട് പേരിനെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ആചാരങ്ങളൊക്കെ പഴയ തന്നെ തുടർന്നിരുന്ന ഒരു അന്ധവിശ്വാസ ജടിതമായ ഒരു സമൂഹമായിരുന്നു ഇതെന്ന് സലഫിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യ വിഭജനത്തിന് മുമ്പുള്ളൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയെക്കുറിച്ച് നമുക്കറിയണം. ചരിത്രം ലഭ്യമാണ്. അത്ര സങ്കീർണമായ ഇപ്പൊ ഷെയ്ഖുൽ അദർമി തങ്ങളുടെ പേര് കിട്ടാത്തത് പോലത്തെ ചരിത്രമൊന്നുമല്ലത്. മുസ്ലിമീങ്ങൾ വളരെ പ്രതാപത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിരുന്നത് എങ്ങനെയാണെന്ന് വില്യം മലബാർ മാനുവൽ എഴുതിയ ഇംഗ്ലീഷുകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളം മുസ്ലിങ്ങൾ അന്ന് ഇസ്ലാമിലേക്ക് വന്നിരുന്നു. പ്രത്യേകിച്ച് അധസ്ഥിതരായ ആളുകൾക്ക് മനുഷ്യത്വപരമായ പരിഗണന കിട്ടാൻ വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവമുണ്ട്. വെറും അധസ്ഥിതരും മാത്രമൊന്നുമല്ല, സവർണരായ ആളുകളും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇസ്ലാം അന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്. തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ആരും കടന്നു വരുമോ? പിന്നാക്കം നിൽക്കുന്ന, ഏതു നിമിഷവും തീവ്രവാദ മുദ്ര ചേർത്താവുന്ന, കൊല്ലപ്പെടാവുന്ന ഒരു ജനത, അത്തരം ജനതയിലേക്ക് ആളുകൾ ആകർഷിച്ചു വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. എന്നാൽ വളരെ അപൂർവമായിട്ട് ഇസ്ലാമിലേക്ക് ഇന്നും ആളുകൾ വരുന്നുണ്ട്. അവര് തീർത്തും സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം പോരുന്നത്. കാരണം തീർത്തും മുസ്ലിങ്ങൾക്ക് പ്രതികൂലകരമായ ഒരു ലോകാവസ്ഥയാണെന്നുള്ളത്. വെറും നമ്മളെ പ്രദേശത്തോ നമ്മുടെ ദേശീയ തലത്തിലോ ഒന്നുമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ഒരു പ്രിവിലേജ് ഉള്ള ഒരു സമൂഹമല്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ പൂർവ്വകാലത്ത് എന്തായിരുന്നു, ഇതിന് നേരെ വിപരീതമായൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മന്ദനാമത് കടപ്പുറത്ത് തന്നെ തങ്ങളവായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയില്ല? നമ്മളെ മൻസൂറിനൊക്കെ വീടിൻ്റെ ആ ഭാഗത്ത്. അപ്പൊ ആ തങ്ങളവായി എന്ന് പറയുന്ന പ്രദേശം എന്താണ് അതിന്റെ കഥ? ദർവേഷ് തങ്ങൾ പാപ്പാടെ വല്യപ്പ ഇവിടെ മദീനയിൽ നിന്ന് വന്നാണ്. ആ തങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ നാടുവാഴി അവിടെ സ്ഥലം കൊടുത്തു, കുറച്ച് ഏക്കർ ഭൂമി കൊടുത്തു. അവിടെ അവരെ താമസിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഒരു സൂഫി, ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഒരു ആത്മീയ പുരുഷൻ ഓരോ പ്രദേശത്തും ഉണ്ടാകണമെന്ന് അന്നത്തെ നാടുവാഴികളും നാട്ടുരാജാക്കന്മാരൊക്കെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവരെ അവിടെയൊക്കെ കുടിയിരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന, അവരെ ആദരിച്ചിരുന്ന, അവർ ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവർ മുഖേന പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രതാപമുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, ഇസ്ലാം ഹക്കാണെന്നുള്ള കാര്യം എന്നും അത് നമുക്ക് വിശ്വസിക്കേണ്ട, അത് ഹക്കായിട്ട് നിലനിൽക്കുന്ന സാധനമാണ്. പക്ഷെ അതിൻ്റെ പുറത്തേക്കത് ബഹിസ്ഫരിക്കണം, പുറമേക്കത് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അതോടുകൂടിയിട്ട് നമ്മൾ ഖിയാമത്ത് അടുക്കും തോറും ആ രൂപത്തിലാണ് സമൂഹത്തിൻ്റെ മാറ്റം വരിക എന്ന് സൂചനകളൊക്കെ ഉണ്ടല്ലോ ഹദീസുകളിൽ. അതിനങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൂർവ്വകാലത്തെ കിട്ടാവുന്ന ചരിത്രങ്ങളൊക്കെ ആവുന്ന വിധത്തിൽ ശേഖരിച്ച് നമുക്ക് വായിക്കാൻ ശ്രമിക്കണം. ഇതിന് അതിശയോക്തി കലർന്ന ചരിത്രങ്ങളൊന്നും അല്ലാതെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അത് നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇതിനെ ചരിത്രമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. കാരണം ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കലാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളൊരു പാരമ്പര്യത്തെ തിരിച്ചറിയാനാണ് നമ്മുടെ ഉദ്ദേശം. അതല്ലാതെ കുറേ അത്ഭുതങ്ങളെ കുറിച്ചുള്ള, കറാമത്തുകളെ കുറിച്ചുള്ള സംസാരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം സമൂഹത്തിൻ്റെ എങ്ങനെ അതിനനുസരിച്ചാണല്ലോ കാര്യം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സംബോധന ചെയ്യുന്ന സമൂഹത്തിന് ആവശ്യം എന്താണ്, അവരെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരണം. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിലേക്കാണ് കൊണ്ടുവരാനുള്ളത്. ഈ ചാവക്കാട് പൊന്നാനി മേഖലയിൽ ഇപ്പോൾ ഈ തങ്ങളെ പോലെ ഒരുപാട് മഹാന്മാരുടെ മക്കബറകൾ കാണപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ നമ്മുടെ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇന്നും അത്തരം പ്രവർത്തനങ്ങൾക്ക് സാധ്യതകളുണ്ടോ എന്നതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും. അത് വലിയൊരു വിഷയമാണ്.
കാരണം ഇപ്പോൾ ഇവിടെ സുന്നി സമൂഹം എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. ആ സുന്നി സമൂഹത്തിന് അമുസ്ലിമീങ്ങളോട് ഇസ്ലാം ദഅവത്ത് ചെയ്യാൻ എന്തെങ്കിലും അവരുടെ ഒരു രീതിശാസ്ത്രം പാരമ്പര്യമായി കിട്ടിയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കാണുന്നില്ല. ഇബാദ് എന്ന് പറഞ്ഞൊരു വിഭാഗം സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കിയാൽ അത് മുസ്തഫ കമാൽ പാഷയും റിയാദ് മൂസ മലബാരിയൊക്കെ ചെയ്തിരുന്ന ദഅവത്തിൻ്റെ രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ട് എന്തായിരുന്നു ഈ ഔലിയാക്കളായ ആളുകളൊക്കെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഈ ഒരു പ്രാദേശിക ചരിത്രത്തിൽ നിന്ന് കിട്ടാനില്ല. അതേസമയത്ത് നമ്മൾ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, തോമസ് അർണോൾഡിൻ്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം പോലുള്ള ഗ്രന്ഥങ്ങൾ, അതേപോലെ ലോകത്തെ പല ഭാഗത്തും വന്നിട്ടുള്ള സൂഫികളുടെ ദൈവത്തിൻ്റെ രീതിയൊക്കെ നോക്കുമ്പോൾ അവർ ഒരു ഇന്നത്തെ രീതിയിലുള്ള ഒരു ദൈവത്വം അല്ല അവർ ചെയ്തത്. അവരുടെ മുസ്ലിങ്ങളായി ജീവിച്ചു. അവര് ഹദർമി തങ്ങന്മാർ, ഇപ്പൊ ഇവരൊരു ഹദർമി തങ്ങളാണല്ലോ. ഹദർമി തങ്ങന്മാരെ കുറിച്ച് തോമസ് അർണോൾഡിന്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിലുണ്ട്. അവർ ആഫ്രിക്കൻ ഭാഗത്ത് ദൈവത്ത് ചെയ്ത ഹദർമി തങ്ങന്മാരെ കുറിച്ച്, ഇന്തോനേഷ്യൻ ഭാഗത്ത്. അപ്പൊ ഈ ഹദർമി തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഹദർമൗത്ത് എന്ന് പറഞ്ഞ യമന്റെ ഒരു പ്രദേശത്ത് നിന്ന് വന്ന ആളുകൾ എന്നാണ് അർത്ഥം. അവിടുത്തെ അഹ്ലുബൈത്ത് അല്ലെങ്കിൽ അവിടുത്തെ സൂഫികൾ. ആ ആളുകളാണ് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്തത്. ബർബരികളായ കാട്ടുജാതിക്കാരായ ആളുകൾ വരെ അവരാൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇസ്ലാം പുലുകുകയും ചെയ്തിട്ടുണ്ട്. പല പ്രദേശത്തും പോയിട്ട് നല്ല പലചരക്ക് കട തുടങ്ങി. ഈ പലചരക്ക് കട വളരെ നീതിയോടുകൂടിയും സത്യസന്ധമായിട്ടും നടത്തുമ്പോൾ അവിടുത്തെ സമൂഹം അവരിലേക്ക് ആകർഷിക്കപ്പെടും. ആകർഷിച്ച് സ്നേഹത്തിലായി വരുന്ന, സൗഹാർദ്ദത്തിലായി വരുന്ന ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവർ ഇസ്ലാം പുലുകും. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച കുറച്ച് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ആ കച്ചവടം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ വേറെ കച്ചവടം നടത്തും. ഈ രൂപത്തിൽ ദഅവത്ത് ചെയ്തിരുന്ന സൂഫികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക മെത്തഡോളജി ഒന്നുമില്ല. തോമസ് അർണോൾഡ് തന്നെ പറയണത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. ഓറിയന്റലിസ്റ്റുകളിൽ പെട്ട ആളാണ് തോമസ് അർണോൾഡ്. പക്ഷേ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ഇസ്ലാമിന്റെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പറയണത് മുസ്ലിങ്ങൾക്ക് ദഅവത്ത് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു വിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് ചില സൂഫി ഷേഖന്മാർ ത്യാഗ മനസ്സോടുകൂടി സ്വയം സമർപ്പിതരായിട്ട് അങ്ങോട്ട് ഇറങ്ങണം. അവർ ഒരേ സമയത്തും അവരുടെ തസ്കിയത്തും ഉമ്മത്തിൻ്റെ തസ്കിയത്തും മറ്റു ഉമ്മത്തിന് പുറത്തുള്ള ദൈവത്തിൻ്റെ ഉമ്മത്തിൻ്റെ തസ്കിയത്തും ഒക്കെ കൂടി അവർ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു മനസ്സ്. എനിക്ക് പിന്നെ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാക്കിയൊരു സംഭവം, ഞാൻ അത്തിപ്പറ്റ ഉസ്താദിനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കയ്യും പിടിച്ചിട്ട് ഞാനിങ്ങനെ പള്ളിയിലേക്ക് പോയി തിരിച്ചു മുമ്പ് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ കടന്നു. ഉടനെ മൂപ്പരൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട് അവരോട് സംസാരിച്ച് ഇപ്പോൾ കുശലം ചോദിച്ചതിന് ശേഷം അവരങ്ങോട്ട് പോയി. ശേഷം അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞേ, ഇവരൊക്കെ ഒന്ന് ഹിദായത്തിലായി കിട്ടാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഒരു സൂഫി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ആക്ടിവിസം ചെയ്തില്ലെങ്കിലും മനസ്സിനകത്തുള്ളൊരു നുസ്ഹുണ്ട്. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യ സമൂഹത്തിന് മൊത്തം ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ആ ഗുണം ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇദ്ദേഹത്തിനും മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമായിട്ട് മരിച്ച് സ്വർഗം കെട്ടിക്കോട്ടെ എന്നുള്ള ചിന്ത, കിട്ടണം എന്ന ചിന്ത. അല്ലെ അദ്ദേഹം പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള സ്നേഹത്തിൻ്റെ ചിന്തയാണ്. അതല്ലാതെ ഇവിടെ നമുക്ക് വേറെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളോ ഒന്നുമില്ല. എല്ലാം അല്ലാഹു സലാമത്തിലാക്കട്ടെ. എന്തായാലും അവസാനമായിട്ട് നബീൽ സാഹിബിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന നബീൽ സാഹിബിന് നമ്മുടെ ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് വ്യക്തിപരമായിട്ട്? സമൂഹത്തോടും എനിക്ക് എന്നോടും പറയാനുള്ളത്, നമുക്കിവിടെ ജീവിതമുണ്ട്. ഈ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യവും അർത്ഥവും ശരിക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അർത്ഥവത്താകണമെങ്കിൽ, ഈ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതാണ് തസവൂഫിൻ്റെ ബേസ്. മരണാനന്തര ലോകത്തിന് വേണ്ടി ജീവിച്ച ആളുകളാണ് മുൻഗാമികളായ സൂഫി പ്രബോധകർ. പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല വേണ്ട വിധത്തിൽ. ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് അത് സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്.
ഇന്നത്തെ ഈ തലമുറയിൽ. കാരണം ഓരോ കാര്യങ്ങളും നമ്മളെ ഈ ലോകത്തെ ജീവിതത്തിൽ ഒതുക്കി തീർക്കുന്ന വിധത്തിലുള്ള ചിന്തകളാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ഇത് അവസാനിക്കാനുള്ള ജീവിതമാണ്. ഇവിടെ നമ്മൾ എന്ത് സമ്പാദിച്ചാലും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മരണം വന്നു പിടിക്കുന്നതോട് കൂടിയിട്ട് ഒക്കെ നിരർത്ഥകമായി തീർന്നു. അതുകൊണ്ട് ശാശ്വതമായ ജീവിതം പരലോകത്താണെന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇനിയൊരു പരലോകം ഇല്ലാന്ന് വിചാരിച്ചോളി, എങ്കിൽ കൂടുതൽ പ്രശ്നമായി. എന്ത് നിരർത്ഥകമായ ജീവിതമാണത് എന്നാണ് പിന്നെ വരാനുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ പോലും ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായാലും നമ്മുടെ നബീൽ സാഹിബ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഷെയ്ഖ് ഹാദ്റമിയെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കുറച്ച് ഗഹനമായി തന്നെ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.